അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി ഉമ്മയും മകനും വല്ലാത്ത സ്നേഹമാണ്. പഠിച്ചവനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേൾക്കുക. നിബിതങ്ങളെ കാണാമെന്നോ നിബിതങ്ങളുടെ ഉപദേശം കേട്ടു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പഠിച്ചവനെ തന്റെ പൊന്നാര മകൻ മുസ്ലിമായി എന്നറിയുമ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഇഷ്ടപ്പെട്ടില്ല. തന്റെ പൊന്നുമകനെ മതം മാറി എന്നറിയുമ്പോ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. തന്റെ മതം തന്റെ പൊന്നാര മകനെ പഴയ മതത്തിലേക്ക് കൊണ്ടുവരാൻ ഉമ്മ ഒരുപാട് ഉപദേശിച്ചു നോക്കി. എന്തു പറഞ്ഞിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് വല്ലാത്ത ദേഷ്യമുള്ള ഒരു സഹോദരിയാണ്. അവർക്ക് വല്ലാത്ത ദേഷ്യമാണ്, അവർക്ക് വല്ലാത്ത വാശിയാണ്. അതുകൊണ്ട് അവിടെന്ന് പറഞ്ഞു, സഅദേ നീ മതം മാറാതെ നിന്റെ ഉമ്മ ഇനി ഭക്ഷണം കഴിക്കൂല. മതം മാറാതെ ഇനി നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല. ഇനി ഞാൻ വെള്ളം കുടിക്കൂല. മരിക്കുന്നതുവരെ ഞാൻ പട്ടിണി കിടക്കും. ഞാനെങ്ങാണം മരിച്ചുപോയാ സഅദേ എല്ലാവരും നിന്നെ വിളിക്കും ഉമ്മയെ കൊന്നവന് എന്ന് നാട്ടുകാര് മുഴുവനും നിന്നെ വിളിക്കുമടാ സഅദേ. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ കൂടെയാണ് വീട്ടിൽ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നബി തങ്ങളുടെ ചാരത്ത് പോകും. അവിടെ അറിവുകൾ പഠിക്കും, നിസ്കരിക്കും, വീട്ടിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഉമ്മയതാ പട്ടിണി കിടക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് പറയും, ഭക്ഷണം കഴിക്കുമ്മ, വെള്ളം കുടിക്കുമ്മ, മതം മാറാതെ ഞാൻ കഴിക്കൂല, മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയ്ക്ക് വല്ലാത്ത വാശിയായി. പഠിച്ചവനെ ഉമ്മ പട്ടിണി കിടക്കുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും തോറും ഉമ്മയ്ക്ക് വല്ലാത്ത പ്രയാസമായി. പഠിച്ചവനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഉമ്മ സത്യാഗ്രഹത്തിലാണ് നബിയേ, ഉമ്മ പട്ടിണിയിലാണ് നബിയേ, ഉമ്മ വല്ലാത്ത വാശിയിലാണ് നബിയേ, എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ക്ഷമിക്ക്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവസാനം ജനങ്ങൾ പറഞ്ഞു, സഅദേ നിന്റെ ഉമ്മ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിന്റെ ഉമ്മ മരിച്ചു പോകും സഅദേ. ഉമ്മാന്റെ അടുക്കലൊന്ന് ചെല്ല്, നിന്റെ ഉമ്മ നിന്നെ വിളിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ എന്തു ചെയ്യണമെന്നറിയില്ല. ഒരു ഭാഗത്ത് ഉമ്മയാണ്, മറുഭാഗത്ത് അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ്. റബ്ബേ, ഉമ്മാനെ വല്ലാത്ത സ്നേഹമാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഉമ്മ വാശി പിടിച്ച് കിടക്കുകയാണ്. അവസാനം മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പട്ടിണി കിടക്കുന്ന, തളർന്നു കിടക്കുന്ന ഉമ്മാടെ ചാരത്തേക്ക് ഭക്ഷണവുമായിട്ട് കടന്നു പോവുകയാ. ഉമ്മാടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാടെ വായിലേക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് പൊന്നുമകനെ പറയുന്നു, കഴിക്കുമ്മ, ഈ വെള്ളമൊന്ന് കുടിക്കുമ്മ. ഇല്ലടാ മോനെ, മരിച്ചാലും ഞാൻ കുടിക്കൂല, നീ മതം മാറാതെ ഞാൻ കുടിക്കൂല. ഉമ്മയുടെ വാശി കണ്ടപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ,
വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കും നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളെക്കാളും വലിയ ഇഷ്ടം അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമാണ് ഉമ്മ. മതം മാറണമെന്ന് പറഞ്ഞ് പട്ടിണി കിടക്കുന്ന 9 മാസം ഗർഭവും 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവിനോട് ആ പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, നിങ്ങൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്നാ നിങ്ങളെക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ്. എന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറഞ്ഞ ഒരു മറുപടി എന്തെന്നറിയോ? അല്ലാഹു 1000 ആയുസ് തന്നു, 1000 ആയുസ് അല്ലാഹു നിങ്ങൾക്ക് നൽകി. ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ ദീൻ വിടണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ പട്ടിണി കിടന്നു മരിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയില്ല ഉമ്മ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറയുകയാണ്, 1000 ജന്മമുണ്ടായി, 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി, 1000 ജന്മത്തിലും നിങ്ങളുടെ മകനായി. അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ ദീന്, പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ നിങ്ങൾ ഇതുപോലെ സത്യാഗ്രഹം കടന്ന് എന്റെ മുമ്പിൽ കടന്നു മരിച്ചാലും അല്ലാഹുവിന്റെ ദീൻ ഞാൻ വലിച്ചെറിയൂല. റബ്ബേ, ഉമ്മയ്ക്ക് മനസ്സിലായി തന്റെ പൊന്നാര മകന്റെ വിശ്വാസം എന്താണെന്ന്. ആ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ആ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ വിശ്വാസം എന്താണെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായി. ഉമ്മ പരാജയപ്പെടുകയാണ്, ഉമ്മ പരാജയപ്പെടുകയാണ്. പടച്ച റബ്ബേ, അപ്പോഴാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ തുതിഉഹുമാ വസാഹിബുമാ ഫിദ്ദുനിയാ മഅറൂഫാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കണമെന്നാണ്, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കണമെന്നാണ്. പക്ഷേ ആ പറയുന്നത് അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അല്ലാഹുവിന്റെ ദീനിനെതിരാണോ? അനുസരിക്കണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിക്കാൻ നിന്റെ വാപ്പയാണ് പറയുന്നതെങ്കിലും നിന്റെ ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഏതു മതവിശ്വാസിയാകട്ടെ, ഉമ്മയാണ് ചെറുപ്പക്കാരാ, അവരേതു മതവിശ്വാസിയാണെങ്കിലും നീ അവരെ ആദരിക്കണേ, നീ അവരെ സ്നേഹിക്കണേ, നീ അവരെ ബഹുമാനിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത പ്രലോഭനങ്ങൾ നടക്കും ചെറുപ്പക്കാരാ, ഭീഷണികൾ നടക്കും ചെറുപ്പക്കാരാ. പടച്ചവനെ, ചിലപ്പോ ഉമ്മയായിരിക്കും പറയുന്നത് പാപം ചെയ്യാൻ, ഒരു ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ, ഒരു അന്യപുരുഷന്റെ കൂടെ പോകാൻ ഉമ്മയായിരിക്കും പറയുന്നത്, പാപ്പയായിരിക്കും ഒരു തെറ്റ് ചെയ്യാൻ പറയുന്നത്. അനുസരിക്കേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനെതിരാണെങ്കിൽ, അത് പാപമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ചില പെണ്ണുങ്ങൾ പറയാറുണ്ടല്ലോ, ചില ഭാര്യമാര് ഭർത്താവിനോട് പറയും, വീട് വെക്കണ്ടേ, പൈസ ഇല്ലെങ്കിൽ ലോൺ എടുക്ക്, 5 ലക്ഷം ലോൺ എടുക്ക്, 10 ലക്ഷം ലോൺ എടുക്ക്. പടച്ചവനെ, ഭാര്യ തന്നെ ഭർത്താവിനോട് പറയുകയാണ്, വേണ്ട സഹോദരാ, വേണ്ട സഹോദരാ, മോനെ, നീ അത് ആ പ്രലോഭനങ്ങളിൽ നീ വീണു പോകരുത്. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്ക്, ആര് പറഞ്ഞാലും അനുസരിക്കരുത്. നീ ചിലപ്പോ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്താ, എല്ലാവരും നിന്നെ കളിയാക്കാ, എല്ലാവരും നിന്നെ കൈയൊഴിയാ. എന്നാ അല്ലാഹു നിന്നെ കൈവിടില്ല.